ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വടാപ്പാവിൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ ആദ്യമേ തന്നെ ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ച് തൊലി കളഞ്ഞ് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ഒഴിച്ചതിന് ശേഷം പെരിഞ്ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിവിടെ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കുന്ന വടാപ്പാവാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ മല്ലിയിലയോ ഇഷ്ടത്തിനനുസരിച്ച് മസാലകളിൽ ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം ഗരം മസാലയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഈ മസാല വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തണുക്കുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാം ഞാനിവിടെ ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിനായി കടലമാവ്, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കുറേശ്ശെ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് കുറേശ്ശെയായി ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് കലക്കിയെടുത്തതിന് ശേഷം ഒട്ടും തന്നെ അടിയിൽ പിടിക്കാതെ അടുപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈ മാവ് തണുത്തതിന് ശേഷം ഉരുട്ടി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ബോൾസ് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് നല്ല ചൂടെണ്ണയിലേക്കിട്ട് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇതിൻ്റെ നല്ല മണം വരുന്ന സ്റ്റേജാണിത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു ഓറഞ്ച് ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ വറുത്ത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ എല്ലാ ബാച്ചും ഇതുപോലെ പൊരിച്ച് കോരി എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ബന്നിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ പച്ചമുളക് മസാലയൊന്നും ചേർക്കാതെ ഞാൻ പൊരിച്ച് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ബന്നും ഇപ്പോൾ ഈ പൊരിച്ചെടുത്ത പൊട്ടറ്റോ ബോൾസും പച്ചമുളകും ആയിക്കഴിഞ്ഞാൽ വടാപ്പാവ് തയ്യാറായി. അപ്പോൾ